ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ വടകരയിൽ നേടിയ വലിയ വിജയത്തിന് അവിടുത്തെ ചാർജുകാരൻ എന്നുള്ള നിലയ്ക്ക് അഭിനന്ദനങ്ങൾ. ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു യുവജന നേതാവ് എന്ന നിലയ്ക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നേറ്റത്തിന് അഭിനന്ദനങ്ങൾ. പക്ഷേ ഇവിടെ എന്താണ് NDA സഖ്യം ചർച്ചകൾ നടത്തുകയാണ്. അവർ ഏതറ്റത്തും ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷിൻ്റെയും ഏതാവശ്യങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് അധികാരത്തിൽ നിൽക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയി തുടരാൻ അവിടെ ശ്രമങ്ങൾ നടത്തുകയാണ്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, നിങ്ങളുടെ വിജയം പൂർണ്ണമായി ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെന്ന തർക്കം വേണ്ട, പക്ഷേ ആ വിജയം പൂർണ്ണമായി എന്ന് കരുതണോ? തീർച്ചയായിട്ടും ശ്രീ ഹാഷ്മി, ആദ്യമേ അങ്ങയുടെ അഭിനന്ദനങ്ങൾക്കെല്ലാം നന്ദി. അത് ഈ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും മുഴുവൻ മതേതര വിശ്വാസികൾക്കും അവകാശപ്പെട്ട അഭിനന്ദനമാണ് അങ്ങ് ഒരു മതേതര ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ എനിക്ക് തന്നത്. അത് ഞാൻ അങ്ങേക്കും പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്, അതോടൊപ്പം ഈ ചർച്ച കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും. അപ്പോൾ അങ്ങയുടെ ചോദ്യത്തിലേക്ക് ഡയറക്റ്റ് മറുപടിയായിട്ട് വരുമ്പോൾ, അങ്ങയുടെ ചോദ്യം ഇന്ത്യ സഖ്യത്തിൻ്റെ വിജയം പൂർണ്ണമാണോ? വിജയം പൂർണ്ണമാണ് എന്ന് പറയാനായിട്ട് ഞാൻ ഒരു ഫിഗേഴ്സും ഉപയോഗിക്കുന്നില്ല. ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം, നരേന്ദ്രമോദിയുടെ കുറഞ്ഞ ഭൂരിപക്ഷം, ഈ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ച ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥിയുടെ പേര്, അങ്ങനെയൊന്നുള്ള ഒരു ഡാറ്റയിലേക്കും പോകുന്നില്ല. ഇന്ത്യ സഖ്യം അത് വിജയം കണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണം കുറച്ചു മുൻപായി ഈ രാജ്യത്തെ മുഴുവൻ സമൂഹ മാധ്യമങ്ങളുമായി പ്രചരിച്ചിരിക്കുന്ന നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുടെ ഏറ്റവും ഒടുവിലത്തെ ചിത്രമാണ്. NDA സഖ്യകക്ഷികളുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹം വരുന്ന വിഷ്വൽസ് അടക്കം മാധ്യമപ്രവർത്തക നിലയിൽ അങ്ങ് കണ്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹം ഇന്ന് ആ NDA സഖ്യകക്ഷികളുടെ ചർച്ചയിൽ ഇരിക്കുമ്പോൾ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ആ ഒതുക്കവുമാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും വീഴ്ച. ശ്രീ ഹാഷ്മി, ഇന്ത്യൻ പാർലമെന്റിലേക്ക്, ഇന്ത്യയുടെ പാർലമെന്റിന്റെ കൂടി ഭാഗമായ രാഷ്ട്രപതി അവർ ദളിതയായതുകൊണ്ട്, അവർ വിധവയായതുകൊണ്ട്, അവർ സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവരെ ഒഴിവാക്കി കിരീടവും ചെങ്കോലും വഹിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ എല്ലാ മതേതര പാരമ്പര്യങ്ങളെയും കളങ്കപ്പെടുത്തിക്കൊണ്ട് നടന്നുപോയ ഒരു ചക്രവർത്തി കണക്കെ ഉണ്ടായിരുന്ന നരേന്ദ്രമോദിയുടെ ഇന്ന് ശരശയ്യയിൽ കിടക്കുന്ന ആ ചിത്രമുണ്ടല്ലോ, ആ ചിത്രത്തിനപ്പുറം എന്ത് വിജയമാണ് ഇന്ത്യ സഖ്യത്തിനായി വേണ്ടത്? താങ്കൾ പറയുന്ന NDA സഖ്യം സർക്കാർ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ അത് പുരോഗമിക്കുകയാണെന്ന് വരുമ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താ? ആകെ 20-ൽ താഴെ മാത്രം MP തെലുങ്ക് ദേശം പാർട്ടി, ചന്ദ്രബാബു നായിഡുവിന്റെ ഡിമാൻഡ് 10 മന്ത്രിമാർ, 1 സ്പീക്കർ. ജനതാദൾ യുണൈറ്റഡിന്റെ ഡിമാൻഡ് 3 മന്ത്രിമാർ, അതിൽ തന്നെ ആഭ്യന്തരം അല്ലെങ്കിൽ ധനകാര്യം നിർബന്ധം. ഷിൻഡെയുടെ ഡിമാൻഡ് 10-ൽ താഴെയാണ്, ഒറ്റക്ക സംഖ്യയിൽ MP ആളാണ് ഷിൻഡെയുടെ ഡിമാൻഡ് 1 കേന്ദ്രമന്ത്രി സ്ഥാനം, 2 സഹമന്ത്രി, കേന്ദ്രമന്ത്രി നഗരവികസനവും ഗ്രാമവികസനവും വേണം എന്ന നിർബന്ധം. LJP തുച്ഛമായ MP LJPയുടെ ഡിമാൻഡ് 1 മന്ത്രി 1 സഹമന്ത്രി. അങ്ങനെ എത്ര MP, വിരലിലെണ്ണാവുന്ന MP സഖ്യകക്ഷികളെല്ലാം ആ വിരലിലുണ്ടാവുന്ന MP എല്ലാവർക്കും മന്ത്രിസ്ഥാനം ചോദിക്കുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ അവകാശങ്ങൾ പറയുന്ന തരത്തിലേക്ക് NDA യോഗത്തിൽ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി അങ്ങനെ അവരുടെ സഖ്യകക്ഷികളെ കൊണ്ട് തന്നെ പറയിക്കുവാൻ കഴിഞ്ഞതാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ വിജയം. ഇത് ഒരു ഏകാധിപതിയുടെ, ഇതൊരു സ്വേച്ഛാധിപതിയുടെ, ഇതൊരു ജനാധിപത്യ വാഴ്ചയെ തകർത്ത് കിരീടവും ചെങ്കോലും വാളും പരിചയും വർഗീയതയുമായി രാജ്യത്തെ അടക്കി ഭരിക്കുവാൻ വേണ്ടി വന്ന ഒരു ചക്രവർത്തിയുടെ വീഴ്ചയായിട്ട് വേണം ശ്രീ ഹാഷ്മി കണക്കാക്കുവാൻ. അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ ആദ്യ പോരാട്ടം ഒരു വലിയ വിജയമാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇവിടെ താങ്കൾ തന്നെ സൂചിപ്പിച്ചു അയോധ്യ ക്ഷേത്രം. അയോധ്യയിൽ രാമക്ഷേത്രം പണിഞ്ഞിട്ട് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്ന രാമലല്ലയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ആ രാമലല്ലയുടെ അയോധ്യ ക്ഷേത്രം ഇരിക്കുന്ന ഫൈസാബാദിൽ നിന്നുള്ള MP അത് BJPയുടെ ലല്ലു സിംഗ് അല്ല, ലല്ലു സിംഗിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ് അവധേഷ് പ്രസാദ് ആണ്. അപ്പോ രാമലല്ല വിശ്വാസികൾക്കൊപ്പമാണ്, വർഗീയവാദികൾക്കൊപ്പമല്ല എന്ന് ഈ രാജ്യത്ത് തെളിയിക്കപ്പെട്ടിരിക്കുന്ന ദിവസമല്ലേ? കർഷകരെ വണ്ടി കയറ്റി കൊന്ന ഒരു കേന്ദ്രമന്ത്രിയുടെ മകനുണ്ടായിരുന്നു. ആ മകനെ സംരക്ഷിക്കുവാൻ ശ്രമിച്ച കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധമായ അധികാര ദുർവിനിയോഗം നമ്മൾ കണ്ടു. ലഖീംപൂർ ഖേരി എത്ര ദിവസം ഞാനും താങ്കളും ശ്രീ സജീഷും ശ്രീ സന്ദീപ് വാര്യരും അടക്കമുള്ള ആളുകൾ ചർച്ച ചെയ്ത വിഷയമാണ്. ആ ചോര പുരണ്ട ലഖീംപൂർ ഖേരിയിലെ ആ മണ്ഡലത്തിൽ
ആ സിറ്റിംഗ് എം പിയും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുമായ അജയ്കുമാറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ് ഉത്കർഷ് വർമ്മ ജയിച്ച് എം പി ആയി വരുമ്പോൾ അതിനപ്പുറം ആനന്ദിക്കുവാൻ നമുക്ക് എന്താണ് വേണ്ടത്? ഇനി നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും രൂക്ഷമായ 15 ഇടങ്ങളിലാണ് ഏറ്റവും രൂക്ഷമായ പച്ചവർഗീയത പറഞ്ഞത്. ഈ രാജ്യത്ത് ഒരു നിഷ്പക്ഷമായ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരുന്നു തെരഞ്ഞെടുപ്പ്? ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നിഷ്പക്ഷമായ ദേശീയ മാധ്യമങ്ങൾ ഉണ്ടാകുമായിരുന്നെങ്കിൽ എന്തായിരുന്നു ഈ രാജ്യത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥ? അതെല്ലാം പോട്ടെ, 15 ഇടത്ത് പച്ചവർഗീയത പറഞ്ഞപ്പോൾ ആ 15-ൽ 9 ഇടത്തും BJP പരാജയപ്പെടുത്തിയത് ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാരാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിജയം ഇവിടെ ഇന്ത്യ സഖ്യം വിജയിച്ചാൽ ഹിന്ദുക്കളായ സ്ത്രീകളുടെ കെട്ടുതാലി വരെ ഊരിയെടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് വീതം വെച്ചു കൊടുക്കും. മുസ്ലിങ്ങൾ ഇങ്ങനെ പെറ്റുപെരുകി കൂട്ടുന്നത് സ്വത്ത്, രാജ്യത്തിന്റെ സ്വത്ത് കൈവശപ്പെടുത്താനാണ് എന്ന് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ, പച്ചയ്ക്ക് മുസ്ലിം വിരുദ്ധത പറഞ്ഞ രാജസ്ഥാനിലെ ബൻസ്വര മണ്ഡലത്തിൽ BJPയുടെ മഹേന്ദ്രജിത് സിംഗിനെ പരാജയപ്പെടുത്തിയത് ആദിവാസി പാർട്ടി നേതാവായ ഇന്ത്യ സഖ്യത്തിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും പിന്തുണയുള്ള രാജ്കുമാർ ആണെന്ന് പറയുമ്പോൾ അതിനപ്പുറം ആനന്ദിക്കുവാൻ എന്താണ് ഈ രാജ്യത്തെ ഒരു മതേതര വിശ്വാസിക്ക് വേണ്ടത്? ഏറ്റവും ഒടുവിൽ ഉത്തർപ്രദേശ് ആണല്ലോ അബ്കി ബാർ 420 എന്നാണല്ലോ പറഞ്ഞത്. 400-ലധികം സീറ്റുകളുമായി 420 വരെ പറഞ്ഞ ദേശീയ മാധ്യമങ്ങളുണ്ട്. നരേന്ദ്രമോദിയുണ്ട്. 400-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ 80-ൽ 80 സീറ്റും ഞങ്ങൾ നേടുമെന്ന് പറഞ്ഞു ഉത്തർപ്രദേശിൽ ഇപ്പോ കേരളത്തിൽ തന്നെ ചില മാധ്യമ പ്രവർത്തകരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, രാഹുൽ ഗാന്ധി അദ്ദേഹം വയനാട്ടിലല്ലാതെ വേറെ എവിടെയാണ് മത്സരിക്കുക, അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ വേണമെന്ന് ആഗ്രഹമുണ്ട്. അതേ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ, നരേന്ദ്രമോദിയുടെ ഉത്തർപ്രദേശിൽ 3,90,030 വോട്ടിന് റായ്ബറേലിയിൽ ജയിച്ചപ്പോൾ അതേ സമയത്ത് കഴിഞ്ഞ തവണ 4,79,505 വോട്ടിന് ജയിച്ച നരേന്ദ്രമോദി ഇത്തവണ അജയ് റായ് എന്ന ഇന്ത്യ സഖ്യത്തിന്റെ നേതാവിനോട് ഒരു മണിക്കൂറോളം വിയർത്ത് പിന്നിൽ നിന്ന് ഏറ്റവും ഒടുവിൽ 1,52,513 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷം നേടുമ്പോൾ നരേന്ദ്രമോദി ഒരു അരമണിക്കൂർ അജയ് റായ്ക്ക് പിന്നിൽ തോറ്റു നിന്നു എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റത്തെ നാണക്കേടാണ്. ഞാൻ അങ്ങയിലേക്ക് എത്താം. ആർക്കും നാണക്കേട്? BJPക്കും നരേന്ദ്രമോദി. ഞാൻ എത്താം രാഹുൽ. ശ്രീ സന്ദീപ് വാര്യർ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 7 സീറ്റ് ഞാൻ എത്താം രാഹുൽ.